മറ്റൊരു ഫാർമ ഗ്രാജുവേറ്റ്സും ഫേസ് ചെയ്യാത്തൊരു ഇഷ്യൂ ആണ് ഫാം ഡി ഗ്രാജുവേറ്റ്സ് HPR രജിസ്ട്രേഷൻ ടൈമിൽ അനുഭവിക്കുന്നത്. അപ്പോൾ HPR രജിസ്ട്രേഷൻ ടൈമിൽ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടും അവർക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദ സിമ്പിൾ വെബ്സൈറ്റ് ഇഷ്യൂ. ഇവിടെ നമുക്ക് കാണാം, നമ്മൾ DigiFarmer പോർട്ടലിൽ പോവുകയാണ്. ശേഷം ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ഓപ്ഷനിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് BPH ID ഒക്കെ ജനറേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സായിട്ട് നമ്മൾ പ്രൊഫൈൽ കംപ്ലീഷൻ എന്നൊരു സ്റ്റെപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈൽ കംപ്ലീഷൻ സ്റ്റെപ്പിൽ നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, പ്ലേസ് ഓഫ് വർക്ക്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ മാത്രം ഫസ്റ്റ് റോല് എപ്പോഴും BPharm ഓർ DPharm തന്നെ ക്വാളിഫിക്കേഷനായിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ PharmD എന്നൊരു ഡിഗ്രി ഇവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നുണ്ട്. അതായത് BPharm ഓർ DPharm മസ്റ്റ് ബി ഇൻ ദ ഫസ്റ്റ് റോ ആസ് ദ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ എന്താണെന്ന് അറിയില്ല. ദെൻ നമ്മൾ ഒരു റോ കൂടി ആഡ് ചെയ്തിട്ട് സെക്കൻഡ് റോയിലായിട്ട് FharmD ഗ്രാജുവേറ്റ്സിന് ഈ ഒരു ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആഡ് ചെയ്തതിന് ശേഷവും ലാസ്റ്റ് സബ്മിഷൻ്റെ ടൈമിൽ ഇതൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് റോയിൽ empty ആയിട്ട് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ബോക്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഫസ്റ്റ് റോയിൽ നമുക്ക് FharmD ആഡ് ചെയ്യാനും പറ്റുന്നില്ല. സെക്കൻഡ് റോയിൽ ആഡ് ചെയ്താൽ ഫസ്റ്റ് റോ empty ആയി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് ബോക്സ്. അപ്പോൾ ദിസ് ഈസ് എ വെബ്സൈറ്റ് റിലേറ്റഡ് ഇഷ്യൂ. ഇതൊരു PCIയുടെ IT സെല്ലിൽ ഗ്രീവൻസ് റേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഇത്. അപ്പോൾ ഇനി അടുത്തത് ഗ്രീവൻസ് എങ്ങനെയാണ് നമുക്ക് PCIയുടെ IT സെല്ലിൽ റേസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഫാമിലി ഗ്രാജുവേറ്റ്സിന് PCIയുടെ IT സെല്ലിൽ ഗ്രീവൻസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ PCIയുടെ ഗ്രീവൻസ് പോർട്ടലിന് സെർച്ച് ചെയ്യുക. PCI ഗ്രീവൻസ് പോർട്ടൽ ഇങ്ങനെ സെർച്ച് ചെയ്തതിനു ശേഷം PCI.gov.in അതല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് PCI.nic.in ഈ ഒരു വെബ്സൈറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഇങ്ങനെ വന്നതിന് ശേഷം ഒരു പോപ്പപ്പ് വിൻഡോ വരും. DigiFarmer നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് DigiFarmer എന്ന് കാണാൻ പറ്റും. ഈ DigiFarmer ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഒരു സൈൻ ഇൻ ഓപ്ഷനാണ് വരുന്നത്. ഈ ഒരു സൈൻ ഇൻ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ഓപ്ഷൻ വന്നതിന് ശേഷം ഇതിൻ്റെ താഴെ ഏറ്റവും താഴെ ഇവിടെ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് കറക്റ്റായിട്ട് ഗ്രീവൻസ് പോർട്ടൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ യൂസർ ടൈപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, ഫാർമസിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനാണ് നിങ്ങൾ ഗ്രീവൻസ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് IT-ക്കാണ് കൊടുക്കേണ്ടത്. ഇതൊരു വെബ്സൈറ്റ് റിലേറ്റഡ് ഇഷ്യൂ ആണ്. സോ IT-ക്കാണ് നിങ്ങൾ ഗ്രീവൻസ് കൊടുക്കുന്നത്. ഇഷ്യൂ ടൈപ്പിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരെ സ്ക്രോൾ ചെയ്യുക, ഏറ്റവും അടിക്ക് വരിക HPR ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ഓഫ് പ്രൊഫൈൽ ഇഷ്യൂസ്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട ഇഷ്യൂ. ദെൻ PCI കോഡ്, സെൻട്രലൈസ്ഡ് കൗൺസിൽ നമ്പർ ഓഫ് PCS. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു BPH ID കിട്ടിയിട്ടുണ്ടാവും, അതായത് നിങ്ങളുടെ യൂസർ നെയിം. ആ BPH ID ആണ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ BPH ID കൊടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ്, നിങ്ങളുടെ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫെച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇനി അത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. സ്റ്റേറ്റ് ഇവിടെ കേരള കൊടുക്കുക. കേരള. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡിസ്ക്രിപ്ഷൻ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ്? ഡിസ്ക്രിപ്ഷൻ നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം? അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പ്രോബ്ലം എന്താണെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇനി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, ഈ ഒരു ഇഷ്യൂവിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്യുക. ക്യാപ്ച ഫില്ല് ചെയ്യുക. ഏറ്റവും മേലെ നമുക്കിവിടെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. സബ്മിറ്റ് ഓപ്ഷനിൽ പോയി നമ്മൾ സബ്മിറ്റ് ചെയ്യുക.